എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കും. MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റായിട്ടുള്ള cap.mgu.ac.in/UGCAP2025/login.jsp എന്നുള്ള പേജിലൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് ബിരുദ ഏകജാല പ്രവേശന പ്രകാരം നാളെ ഇതുവരെ അതായത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ മുമ്പ് അപേക്ഷിച്ചിരുന്ന വിദ്യാർത്ഥികൾ എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പലതരത്തിലുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ ഈ രീതിയിൽ എല്ലാ വിഭാഗം അപേക്ഷകർക്കും അതുപോലെ തന്നെ വീണ്ടും അപേക്ഷ സമർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഓപ്ഷനുകൾ നൽകുന്നതിനുമുള്ള അവസരം ജൂലൈ 1 മുതൽ ജൂലൈ 3 തീയതി വരെ ലഭ്യമായിരിക്കുന്നതാണ്. നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയവർക്കും അത് സ്ഥിര പ്രവേശനം എടുത്തവർക്കും നാളെ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും അപേക്ഷിക്കാൻ പറ്റാതിരുന്നവർക്കും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ എടുക്കാത്തത് കാരണം അല്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്തത് കാരണം റദ്ദായി പോയവർക്കും ഉൾപ്പെടെ എല്ലാ വിഭാഗം അപേക്ഷകർക്കും ജൂലൈ 1 മുതൽ 3 തീയതി വരെ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ അപേക്ഷകൾ നൽകാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 1 മുതൽ 3 വരെയുള്ള അലോട്ട്മെൻറ്റുകൾക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ഓപ്ഷനുകൾ തുടർ അലോട്ട്മെൻറ്റുകൾക്കായിട്ട് പരിഗണിക്കുന്നതല്ല. അപ്പോൾ പ്രസ്തുത അലോട്ട്മെൻറ്റിൽ ഓപ്ഷനുകൾ പരിഗണിക്കുന്നതിന് നിലവിൽ അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ ഈ ഒരു പുതിയ അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ക്ലാസ്സുകൾ നാളെ മുതൽ അതായത് ജൂലൈ 1 തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത്. എന്നാൽ SC/ST വിഭാഗത്തിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള മറ്റ് ഓപ്ഷനുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SC/ST വിഭാഗത്തിലുള്ളവർക്കായിട്ടുള്ള 1ാം ഘട്ട പ്രത്യേക അലോട്ട്മെൻറ്റ് വരെ താൽക്കാലിക പ്രവേശനത്തിൽ തുടരാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് cap.mgu.ac.in/UGCAP2025/login.jsp എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. സൈഡിലായിട്ടുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിലവിൽ ഇവിടെ മാനേജ്മെൻറ്റ് കോട്ടയുടേത് മാത്രമേ വന്നിട്ടുള്ളൂ, അതുപോലെ ലക്ഷദ്വീപ് കോട്ടയുടേത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നാളെയോടെ അവിടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അതായത് മെറിറ്റ് കോട്ടയുടെ ആ ഒരു ലിങ്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുതിയ അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സുകൾ മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ആയിരിക്കും. അപ്പോൾ നിലവിൽ ഇന്ന് എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു ജൂൺ 30 തീയതി ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ കോളേജസ് ആൻഡ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേക്കൻസി ഒന്നും കാണിക്കാത്തത്. അപ്പോൾ നാളെ ഈ ഒരു വെബ്സൈറ്റിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസി ഏതൊക്കെ കോട്ടയിൽ ഏതൊക്കെ സീറ്റുകളിൽ ഉണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാതിരുന്ന വിദ്യാർത്ഥികളും അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നേടാത്തവരും നേടിയിട്ടുള്ളവരും അതുപോലെ തന്നെ നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ ശേഷം ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് അത് പുതുതായിട്ട് നിങ്ങൾ വെച്ച ഓപ്ഷനിലേക്ക് അതായത് ആ ഒരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഏതൊരു കോളേജിൽ ആദ്യത്തെ അതായത് ഈ ഒരു 1ാമത്തെയോ 2ാമത്തെയോ 3ാമത്തെയോ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയെന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നീട് ഞാൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻസ് വെച്ചു, അതായത് പുതിയ ഓപ്ഷൻസ് വെച്ചു, അങ്ങനെ അതിൽ പങ്കെടുത്തു. എനിക്കിപ്പോൾ 1ാമത്തെ അങ്ങനെ ഒരു 5-6 ഓപ്ഷൻ വെച്ചു, എനിക്കതിൽ 4ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ സീറ്റ് പോവുകയും പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടേക്ക് ഞാൻ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. താല്പര്യമുള്ള കോഴ്സുകൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടുകയും അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും ഫീ പേയ്മെൻറ്റ് ചെയ്യാത്തത് കാരണം അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നാളെ അത് ജൂലൈ 1 തീയതി മുതൽ ജൂലൈ
1-ാം തീയതി മുതൽ ജൂലൈ 3-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.